പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനിയും അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന്റെ കാര്യം വീണ്ടും മുത്തശ്ശൻ അനിയോട് പറയാണ്. അനിക്കാണെങ്കിൽ അതിനൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. മുത്തശ്ശന്റെ മുന്നിൽ തലകുനിച്ച് എന്നാൽ ഉള്ളിലെ സങ്കടവും ദേഷ്യമൊക്കെ അടക്കി പിടിച്ചുകൊണ്ടാണ് അനി നിൽക്കുന്നത്. അനി, എന്റെ തീരുമാനം അവസാനത്തേതാണ്. അവന്തികയുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ച രീതിയിൽ തന്നെ നടക്കും. അതിലിനി യാതൊരുവിധ മാറ്റവുമില്ല. മുത്തശ്ശന്റെ ശബ്ദം ആ പൂമുഖത്ത് നിശബ്ദയെ കീറി മുറിച്ചു. അനി പതുക്കെ തലയുയർത്തി. ആ കണ്ണുകളിൽ നിസ്സഹായതയുണ്ടായിരുന്നു. മുത്തശ്ശ, എനിക്ക് ഈ വിവാഹത്തോട് ഒട്ടും തന്നെ താല്പര്യമില്ല. എന്റെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല. ഈ നിശ്ചയത്തിൽ നിന്ന് ഞാൻ പിന്മാറാണ്. എന്നാൽ ആ വാക്കുകളിൽ മുത്തശ്ശന് യാതൊരുവിധ ചലനവും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ മുഖം കൂടുതൽ കടുപ്പിച്ചു. അനന്തപുരിയുടെ തീരുമാനങ്ങൾ ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ളതല്ല. അവന്തികയും നീയും തമ്മിലുള്ള ആ ഒരു വിവാഹമേ നടക്കൂ. അതെന്റെ വാക്കാണ്. മുത്തശ്ശൻ അത്രയും പറഞ്ഞ് എഴുന്നേറ്റു പോയി. ഇതൊക്കെ കേട്ടുകൊണ്ട് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു നവ്യ. അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അനിയുടെ ഹൃദയത്തിൽ നന്ദുവാണെന്നും നന്ദുവിന്റെ മനസ്സിൽ അനിയാണെന്നും അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ രണ്ടുപേരെയും ഒന്നിക്കണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം അവന്തിക വെറും ഒരു പെൺകുട്ടിയല്ല. അനന്തപുരി കുടുംബത്തെ ഒന്നാതയ്ക്ക് ചതിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വലിയ കാപട്യക്കാരിയാണ് അവൾ. ആ ഗജ ഫ്രോഡിന്റെ തനിനിറം മുത്തശ്ശനോ വീട്ടുകാരോ അറിഞ്ഞ അന്ന് തീരും അവളുടെ ഈ ഒരു നാടകം. പക്ഷേ വെറുതെ പോയി പറഞ്ഞ ആരും അത് വിശ്വസിക്കത്തില്ല. കാരണം അഭിനയിച്ച് ഫലിപ്പിക്കാൻ അവന്തികയ്ക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. വ്യക്തമായ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണ് നവ്യ. സമയമാകുമ്പോൾ എല്ലാം വിളിച്ചു പറയണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഇതേ സമയം നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ കോൺഫറൻസ് ഹാൾ ഡിസൈൻ കോമ്പറ്റീഷൻ പ്രഖ്യാപനം നടക്കുകയാണ്. വേദിയിൽ നയനയുടെയും മാളവികയുടെയും ഡിസൈൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. സദസ്സിൽ ഒരു ഭാഗത്ത് അനിയും മറുവശത്ത് അതിയായ ആത്മവിശ്വാസത്തോടുകൂടെ അഭിയും ഡേവിഡും മാളവികയൊക്കെ ഇരിക്കുന്നു. ജഡ്ജസ് മൈക്കിന്റെ മുന്നിലേക്ക് വന്നു. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഡിസൈനറായി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നയനാസ് കളക്ഷൻസിനെയാണ്. മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി നയന ഒരുക്കിയ ഡിസൈനുകൾ മറ്റെല്ലാത്തിനേക്കാളും കടത്തിവെട്ടിയിരിക്കുന്നു. ആ വാക്ക് കേട്ടപ്പോൾ അഭിയുടെയും ഡേവിഡിന്റെയും മുഖം അങ്ങ് വിളറി വെളുത്തു. അവരുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ കടന്നുപോയതുപോലെ. എന്നാൽ മാളവിക തന്റെ നിരാശ മറച്ചുവെച്ച് ചുണ്ടിൽ ഒരു കള്ളച്ചിരി വരുത്തി നയനയെ നോക്കി അഭിനന്ദിക്കുന്നത് പോലെ കാണിച്ചു. ഒരു വലിയ പുഞ്ചിരിയോടെ അനി ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. മൂർത്തി ജ്വല്ലറിയുടെ MD എന്ന നിലയിൽ അവന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത്. വേദിയിലേക്ക് കയറിയ അനിയെ നയനയും അവർ ആദരിച്ചു. മൂർത്തി ജ്വല്ലറിയെ വാനോളം പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ തന്നെ അവിക്ക് ഇരുന്നിടത്തു നിന്ന് പൊള്ളുന്നത് പോലെ തോന്നി. സദസ്സിന്റെ ഒരു കോണിലിരുന്ന് നവ്യ കണ്ണടച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വയറ്റിലൊരു കുഞ്ഞിനെയും വഹിച്ച് നയന എത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഒരു ഡിസൈനുകളൊക്കെ പൂർത്തിയാക്കിയതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ദൈവമേ നന്ദി, എന്റെ നയനയ്ക്ക് ഈ അവാർഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നവ്യയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ചടങ്ങെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അനി അബിയുടെ മുന്നിലേക്കെത്തി. അവന്റെ മുഖത്ത് വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. എന്തു പറ്റി അബി? നിന്റെ AN ജ്വല്ലറി മാനേജറും മാളവികാസ് കളക്ഷനും എന്റെ നയനേച്ചിയുടെ മുന്നിലങ്ങ് തോറ്റു തൊപ്പിയിട്ടുവല്ലേ? അനി ചോദിച്ചു. അവന്റെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. നയനേച്ചി എന്ത് ചെയ്താലും അതിൽ ജീവനുണ്ടാവും, ആത്മാർത്ഥതയുണ്ടാവും. നിങ്ങളുടെ എത്ര ഡിസൈനേഴ്സ് വന്നാലും നയനേച്ചിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. നീ വീണ്ടും എന്റെ മുന്നിൽ തോറ്റുപോയല്ലേ? അബിയുടെ കൈകൾ മുഷ്ടി ചുരുട്ടി. ഇതിനു മുൻപും ഡീലുകൾ നഷ്ടപ്പെട്ടപ്പോൾ അനിയുടെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ നാണക്കേട് അവന് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് തന്നെ അബിയും ഡേവിഡും അവിടെ നിന്നും വേഗത്തിൽ നടന്നു നീങ്ങി. ഇതേസമയം നയനയുടെ വിജയവാർത്ത അനന്തപുരിയിലെത്തുമ്പോൾ വലിയ ആഘോഷമായിരുന്നു അവിടെ. ഫോണിലൂടെ വിവരമറിഞ്ഞ മുത്തശ്ശന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. മോളെ നയന, അഭിനന്ദനങ്ങൾ. നീ ഇത് നേടുമെന്ന് ഈ മുത്തശ്ശന് ഉറപ്പായിരുന്നു. ഈ അവസ്ഥയിലും നീ നേടിയെടുത്ത കഷ്ടപ്പാടിന് ദൈവം തന്ന ഫലമാണിത്, മുത്തശ്ശൻ വാത്സല്യത്തോടെ പറഞ്ഞു. എന്നാൽ ഈ സംസാരങ്ങളൊന്നും തന്നെ ആദർശ് അറിയുന്നുണ്ടായിരുന്നില്ല. അനന്തപുരിയിൽ എല്ലാവരും ആഹ്ലാദത്തിലായിരുന്നു. അസൂയയും ദേഷ്യവും പുകയുന്ന ജലജ ഒഴികെ. അവന്തികക്കും ഈ വാർത്ത വലിയ തിരിച്ചടിയായിരുന്നു. തന്റെ അച്ഛൻ AN ജ്വല്ലറി തോറ്റത് അവളെ അസ്വസ്ഥയാക്കി. എങ്കിലും അത് പുറത്തു കാണിക്കാതിരിക്കാൻ വേണ്ടി അവൾ അഭിനയത്തിന്റെ മറ്റൊരു മുഖം മൂടി അണിഞ്ഞിരുന്നു. അനിയുടെ അടുത്തേക്ക് അതിസന്തോഷം നടിച്ചുകൊണ്ട് തന്നെ അവൾ ഓടിയെത്തി. അനിയേട്ടാ, കൺഗ്രാചുലേഷൻ. അനി ജയിക്കുമെന്ന് എനിക്ക് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. നയനേച്ചിയുടെ കഴിവ് അപാരം തന്നെ. അവന്തിക അനിയുടെ കൈകളിൽ ഇങ്ങനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, താങ്ക്സ്. അനി വളരെ വരണ്ട സ്വരത്തിൽ മറുപടി നൽകി. അവളുടെ അഭിനയം അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ നിർത്തിയില്ല. അനിയേട്ടൻ MD ആയതുകൊണ്ട് മാത്രമാ ഇതൊക്കെ നേടാൻ കഴിഞ്ഞത്. ചുമ്മാ അതല്ല മുത്തശ്ശൻ ആദർശേട്ടനെ മാറ്റിയിട്ട് ആ കസേരയിൽ അനിയേട്ടനെ ഇരുത്തിയിരിക്കുന്നത്. ആദർശേട്ടന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? എല്ലാം അനിയേട്ടന്റെ മിടുക്കുകൊണ്ടാ. ഏതായാലും അടുത്ത ആഴ്ച നമ്മുടെ വിവാഹ നിശ്ചയമാണല്ലോ. അത് കേട്ടപ്പോൾ അനിക്കങ്ങ് ദേഷ്യം വന്നു. നിർത്തടി അവിടെ! അനി പൊട്ടിത്തെറിച്ചു. അവന്റെ ശബ്ദം ആ മുറിയിലങ്ങ് മുഴങ്ങി. നീ കൂടുതലൊന്നും അഭിനയിക്കാൻ നിൽക്കണ്ട. എനിക്ക് നിന്റെ നാടകം കണ്ടുമെടുത്തു. കോപത്തോടെ അനി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവന്തിക അവജ്ഞതയോടെ അവനെ നോക്കി നിന്നു. ഇങ്ങേര് ഇതിലൊന്നും വീഴുന്ന ലക്ഷണമില്ലല്ലോ. എന്റെ അച്ഛന്റെ ജ്വല്ലറി തോൽപ്പിച്ചിട്ടാണ് ഇവരുടെ ഈ ഒരു അഹങ്കാരം. വിവാഹം കഴിയുന്നതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ സഹിച്ചു നിൽക്കും. അതിനുശേഷം ഈ മൂർത്തി ജ്വല്ലറി എന്റെ കാഴ്ചയിലായിരിക്കും. അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. ഇതേ സമയം നാഗേന്ദ്രന്റെ രഹസ്യതാവള മുറിയിൽ സിഗരറ്റ് പുകയുന്ന രൂക്ഷഗന്ധം.
നാഗേന്ദ്രൻ ദേഷ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തലയിൽ കൈവച്ച് നിരാശയോടെ ഇരിക്കുന്ന അബിയും അരികിൽ ഡേവിഡും പെട്ടെന്നാണ് അവന്തിക അങ്ങോട്ടേക്ക് കയറി വന്നത്. അവന്തികയെ കണ്ടപ്പോൾ അബിയുടെ മുഖം ധരിച്ചു. എന്താ, നിനക്കിപ്പോ വലിയ സന്തോഷമായി കാണുമല്ലോ. നിന്റെ അനിയനിലെ അവിടുത്തെ MD ഇത്ര പേരുടെ മുന്നിൽ വെച്ചാണ് അവൻ എന്നെ അപമാനിച്ചതെന്ന് നിനക്കറിയാമോ? എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അബി ആക്രോശിച്ചു. അവന്തിക ശാന്തമായി പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അച്ഛാ, നയനയുടെ ഡിസൈനുകൾക്കപ്പുറം നിൽക്കാൻ മാളവിക കഴിയില്ല എന്ന്. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അബി പല്ലിറുബി. ഞാൻ അവന്റെ മുന്നിൽ നാണം കിട്ടു. നിന്നെ ഓർത്തിട്ടാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ലായിരുന്നു. നാഗേന്ദ്രൻ അബിയുടെ തോളിൽ തട്ടി. മോനെ അബി, ബിസിനസ്സിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ജയം തോൽവിയൊക്കെ ഉണ്ടാവും. നീ ഇതോർത്തിട്ടൊന്നും വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും അവസരങ്ങൾ വരും. എന്തവസരം? അവൻ എന്നെ അത്രത്തോളം ഇൻസൾട്ട് ചെയ്തു, അബി നിരാശയോടെ പറഞ്ഞു. അവന്തിക ഇടപെട്ടു. എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല. എന്റെ ജ്വല്ലറി തോറ്റപ്പോ എനിക്ക് സങ്കടം വന്നു. പക്ഷേ അനന്തപുരിയിൽ നിന്നും എനിക്കത് പുറത്തു കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. വിവാഹം കഴിയുന്നതുവരെ എനിക്ക് ഇതുപോലെ തന്നെ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ പോയി അഭിയേട്ടനെ അഭിനന്ദിക്കുക വരെ ചെയ്തു. പക്ഷേ അവനോട് എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. ഞാൻ കാമുകിയെ പോലെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ മുഖം തിരിച്ചു പോവാണ്. ഈ വിവാഹ നിശ്ചയം നടക്കുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ടാച്ചാ. അത് കേട്ടപ്പോൾ നാഗേന്ദ്രന്റെ മുഖത്ത് വക്രമായൊരു പുഞ്ചിരി വിടർന്നു. മോളെ, ലക്ഷ്യത്തിലെത്താൻ ചിലപ്പോൾ നമ്മൾ പലതും സഹിക്കേണ്ടി വരും. നീ ഈ നാടകം തുടരുക തന്നെ വേണം. അവനെ വീഴ്ത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നീ നേരെ ജാനകിയുടെ അടുത്തേക്ക് പോകണം. അവനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ ജാനകിക്ക് മാത്രമേ കഴിയുള്ളൂ. നീ അവളെ സോപ്പിട്ട് നിർത്തിയെന്ന് നാഗേന്ദ്രൻ പറഞ്ഞു കൊടുത്തു. അവന്തിക തലകുലുക്കി. അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീനാളങ്ങൾ മിന്നി മറിഞ്ഞു. ഈ വിവാഹം കഴിയുമ്പോൾ അനന്തപുരിയിലുള്ളവർക്ക് ഏറ്റവും വലിയ ഇരുട്ടടിയാണ് താൻ കൊടുക്കാൻ പോകുന്നത്. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് താൻ കാത്തിരിക്കുന്നത്. പിറ്റേന്ന് അനന്തപുരിയിലെ അടുക്കള ജാനകി എന്തോ പാചകം ചെയ്യുന്ന തിരക്കിലായിരിക്കും. ദേവ്യാനിയും അവിടെ ഉണ്ടായിരുന്നു. പതിവില്ലാതെ അവന്തിക അടുക്കളയിലേക്ക് കടന്നു വന്നു. മുഖത്ത് അതിയായ വിനയം. അമ്മായി, അവൾ മൃദുവായി വിളിച്ചു. ജാനകി അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. ആഹാ, അവന്തിക മോളോ? മോളെന്താ പതിവില്ലാതെ അടുക്കളയിലേക്കൊക്കെ? ജ്വല്ലറിയിൽ പോവണ്ടേ? അല്ല അമ്മായി, നിങ്ങൾ എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. വിവാഹമൊക്കെ ഉറപ്പിച്ചതല്ലേ, ഇനി എനിക്കും ചിലതൊക്കെ പഠിക്കേണ്ടതല്ലേ? അവന്തിക നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവയാനി സ്നേഹത്തോട് പറഞ്ഞു, തീർച്ചയായും മോളെ, വലിയ ജോലികളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ വീട്ടിൽ ജോലിക്കാർ ധാരാളമുണ്ട്. എങ്കിലും സ്വന്തം കൈക്കൊണ്ട് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അതേ അമ്മായി, പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. അവന്തികയുടെ മുഖം വാങ്ങി. അനിയേട്ടൻ എന്നോട് എപ്പോഴും ദേഷ്യത്തിലാണ്, എന്നോട് ഒരു അകൽച്ച കാണിക്കുന്നത് പോലെ. ഇപ്പോഴും അനിയേട്ടന്റെ മനസ്സിൽ ആ നന്ദു ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് കേട്ടപ്പോൾ ജാനകി പെട്ടെന്നങ്ങ് നിഷേധിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ. ആ വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് അവന് നന്നായിട്ടറിയാം. പിന്നെ അവൻ അനാമികയുമായിട്ടുള്ള വിവാഹത്തിന്റെ ആ ഒരു ട്രോമയിൽ നിന്നും പൂർണ്ണമായിട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പെട്ടെന്ന് വീണ്ടും വിവാഹമെന്ന് കേട്ടപ്പോഴേക്കും അവനൊരു മടി തോന്നിയിട്ടുണ്ടാവും. നീ അതൊന്നും കാര്യമാക്കണ്ട. നീ പോയിട്ട് ഈ കാപ്പി അവന്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്ക്. അവനോട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരിക്ക്, എല്ലാം ശരിയാവും. ജാനകി കൊടുത്ത ആ ഒരു കാപ്പി ഗ്ലാസുമായി വാങ്ങിച്ചുകൊണ്ട് തന്നെ അവന്തിക നേരെ മുകളിലേക്ക് നടന്നു. പടവുകൾ ഇങ്ങനെ കയറുമ്പോൾ അവളുടെ ചുണ്ടിൽ വിജയത്തിന്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ അനിയെ വിവാഹം കഴിക്കണം. മൂർത്തി ജ്വല്ലറിയുടെ MD ആണ് അവൻ. ഈ സാമ്രാജ്യം എന്റെ കൈകളിലേക്ക് വരണമെങ്കിൽ ഈ നാടകം ഞാൻ തുടർന്നേ തീരൂ. അനിയുടെ മുറിയിൽ അവൻ ലാപ്ടോപ്പിൽ എന്തോ സീരിയസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാൽപെരുമാറ്റം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അവന്തിക ഒരു ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അനി അവളൊന്ന് പാളി നോക്കിയിട്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. അനിയേട്ടൻ ഞാൻ വന്നത് കണ്ടില്ലേ? അവന്തിക ചോദിച്ചു. അനി ലാപ്ടോപ്പ് അടച്ചു വെച്ച് അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു. കണ്ടു, നിന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അന്ധതയൊന്നും വന്നിട്ടില്ലല്ലോ. ഇതെന്താ? അവൻ കാപ്പി ഗ്ലാസ്സിലേക്ക് നോക്കി ചോദിച്ചു. അമ്മായി കൊടുത്തു വിട്ടതാ അനിയേട്ടന് കുടിക്കാൻ. ഈ സമയത്ത് ഞാൻ കാപ്പിയൊന്നും കുടിക്കാറില്ല എന്ന് എന്റെ അമ്മക്കറിയാം. ഇതെന്തിനാ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും എനിക്കറിയാം. മനഃപൂർവ്വം ഒരു സീനുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അനിയുടെ സ്വരം കടുത്തു. എന്താ അനിയേട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ? എന്നിട്ടും എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പോലും അനിയേട്ടന് കഴിയുന്നില്ല. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലാ നന്ദുവാണോ? അവന്തികയുടെ വാക്ക് കേട്ടപ്പോൾ അനിയെ ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. നിർത്തടി നിന്റെ അഭിനയം. നീ എന്നെ എന്ത് പൊട്ടനായിട്ടാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇത്രയും കാലം ഒരു സഹോദരനെ പോലെ പോലും നീ എന്നെ കണ്ടിട്ടില്ല. അയർലാൻഡിൽ പോയി വന്നപ്പോഴേക്കും നീ പെട്ടെന്ന് പുണ്യവതിയായി എന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നിന്റെ അമ്മയുടെയും ഏട്ടന്റെയും അതേ ചോര തന്നെയല്ലേ നീയും. അതുകൊണ്ട് നിന്റെ ഉള്ളിരിപ്പ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് മര്യാദക്ക് എന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ. അവന്തിക പേടിച്ചതുപോലെ അഭിനയിച്ചുകൊണ്ട് മുഖം പൊത്തി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മുറിയുടെ പുറത്ത് വാതിൽക്കൽ മറഞ്ഞു നിന്ന നവ്യ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സ് കൂടുതൽ ദൃഢമായി. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ്. അവന്തിക വെറും ഒരു വഞ്ചകയാണ്. ഈ അനന്തപുരി കുടുംബത്തെ ഒന്നാകെ ചതിക്കുകയാണ് അവന്തിക. വിവാഹ നിശ്ചയം നടക്കുന്നതിന് മുൻപ് തന്നെ സത്യങ്ങളെല്ലാം തന്നെ എനിക്ക് മുത്തശ്ശനോട് പറയണം. എങ്ങനെയെങ്കിലും ഈ വിവാഹം ഞാൻ മുടക്കുമെന്ന് നവ്യ മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ സന്ധ്യ മയങ്ങുന്ന നേരത്ത് നന്ദുവിന്റെ വീട്ടുമുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ധൃതിയിൽ ഇറങ്ങി വന്ന അനിയെ കണ്ട് ഉമ്മർത്ത് നിന്നിരുന്ന നന്ദു ഞെട്ടി.
അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അനി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് നന്ദുവിന്റെ ശബ്ദമിടറി. അനി അവളുടെ അടുത്തേക്ക് നടന്നു. എനിക്ക് ചിലത് നിന്നോട് പറയാനുണ്ട് നന്ദു. ഇനി അത് പറയാതിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇത് കേട്ട് വീടിനുള്ളിൽ നിന്ന് കനകദുർഗയും ഗോവിന്ദനൊക്കെ പുറത്തേക്ക് വന്നു. അനിയെ കണ്ടപ്പോൾ കനകദുർഗയുടെ മുഖം വലിഞ്ഞു മുറുകി. എന്താ അനി, നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ നിനക്ക് പറയാനുള്ളത്? ഗോവിന്ദൻ ഗൗരവത്തിൽ ചോദിച്ചു. അനി ദീർഘമായൊന്ന് ശ്വാസം എടുത്തു പറഞ്ഞു. ഞാൻ എന്തിനാ വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണം. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, അവൾ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഈഗോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? അനാമികയുമായിട്ടുള്ള എന്റെ വിവാഹം നടന്നുവെങ്കിലും അത് തകർന്നു. ഇനി അവന്തികയെ വിവാഹം കഴിക്കാനാണ് എല്ലാവരും പറയുന്നത്. എനിക്കൊരിക്കലും അതിന് കഴിയില്ല. എന്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ. ദുർഗ അന്നേരം ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. അനി, പലതവണ നമ്മൾ ഈ വിഷയം സംസാരിച്ചതാണ്. എന്റെ മകളുടെ മനസ്സിൽ അനി ഉണ്ടാവാൻ പാടില്ല. ഞാനത് അവളോടും പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് ഉറപ്പിച്ചതാണ് അനാമികയുമായിട്ടുള്ള നിന്റെ വിവാഹം. നീ അവളെ കെട്ടി സുഖമായി ജീവിക്കാൻ നോക്ക്. എന്റെ മകളെ വെറുതെ വിട്. അവൾക്ക് വേറെ നല്ല ആലോചനകൾ വരുന്നുണ്ട്. എന്റെ മറ്റ് രണ്ട് പെൺമക്കളും കല്യാണം കഴിച്ച് കയറി ചെന്ന കുടുംബമാണ് അനന്തപുരി. അവിടെ എന്റെ ഈ മകളെ കൊണ്ടൊരു പ്രശ്നമുണ്ടാകാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. കനകദുർഗയുടെ വാക്കുകൾ അനിയുടെ നെഞ്ചിൽ ഒരു അമ്പ് പോലെ തറച്ചു. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ? എന്റെ മനസ്സിലെ സങ്കടം ആർക്കും ഒരു പ്രശ്നവുമല്ല. അന്ന് അനാമികയുമായി എന്റെ വിവാഹം നടന്നപ്പോൾ ഈ നന്ദു എന്താ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ? ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ അവൾ വീണ്ടും ആ ഒരു കടുങ്കൈ തന്നെ ചെയ്യും. കനകദുർഗ തറപ്പിച്ചു പറഞ്ഞു. അവൾ കടുങ്കൈയൊന്നും ചെയ്യാതെ ഞങ്ങൾ അവളെ നോക്കിക്കോളാമെന്ന്. അനി ഇനി ഇങ്ങോട്ടേക്ക് വരരുത്. അവളെ വിളിക്കാനും പാടില്ല. അനിയുടെയും അവന്തികയുടെയും വിവാഹം നടക്കണം. അനി ഇനി പൊയ്ക്കോ. നിറഞ്ഞ കണ്ണുകളോടെ സങ്കടം ദേഷ്യത്തിലേക്ക് വഴിമാറുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അനി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. നന്ദു വാതിൽക്കൽ നിന്നും മുഖം പൊത്തി പൊട്ടിക്കരയുകയായിരുന്നു. ഇതേസമയം അനന്തപുരി തറവാട് അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയ ദിവസം. പുറമെ എല്ലാവരും ചിരിക്കുന്നുണ്ടെങ്കിലും പലരുടെയും ഉള്ളിൽ ആശങ്കയുണ്ടായിരുന്നു. മുകളിലത്തെ നിലയിലെ ഇടനാഴിയിലൂടെ നടക്കുകയായിരുന്നു മുത്തശ്ശൻ. പെട്ടെന്ന് അവന്തികയുടെ മുറിയിൽ നിന്നുള്ള ഒരു സംസാരം അദ്ദേഹത്തിന്റെ കാതിൽ പതിച്ചു. അത് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവന്തിക. അച്ഛാ, എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്റെ വിവാഹ നിശ്ചയത്തിന് എന്നെ അനുഗ്രഹിക്കാൻ അച്ഛന് കൂടി വരേണ്ടതായിരുന്നു. ഈ മൂർത്തിക്കും മറ്റുള്ളവർക്കും പകരം ഒന്നാം സ്ഥാനത്ത് അച്ഛൻ തന്നെ നിൽക്കണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവന്തികയുടെ ശബ്ദത്തിൽ ഒരു പക നിറഞ്ഞു നിന്നിരുന്നു. മറുതലക്കൽ നാഗേന്ദ്രൻ സംസാരിക്കുന്ന കാര്യങ്ങളെന്ന് തന്നെ മുത്തശ്ശന് കേൾക്കാമായിരുന്നു. വിഷമിക്കാതെ മോളെ, നിന്റെ വിവാഹത്തിന് ഈ നാഗേന്ദ്രൻ തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ആ അനന്തമൂർത്തി ആയിരിക്കില്ല. മുത്തശ്ശൻ ഒരു നിമിഷം അവിടെ അങ്ങ് തറഞ്ഞു നിന്നു. അവന്തികയുടെ യഥാർത്ഥ മുഖം അദ്ദേഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. തന്റെ കുടുംബത്തെ തകർക്കാൻ നാഗേന്ദ്രൻ അയച്ച കരുവാണിവൾ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും കാണിക്കാതെ അദ്ദേഹം പതുക്കെ താഴേക്ക് നടന്നു. കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് തന്നെ നടക്കട്ടെ എന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചു. താഴെ ഹാളിൽ ചടങ്ങുകൾ തുടങ്ങാനൊക്കെ സമയമായി. എല്ലാവരും ഒത്തുകൂടി. അനി നിർജീവമായ ഒരു പ്രതിമയെ പോലെ നിന്നു. നവ്യയുടെ ഹൃദയം പടപെടാ മിടിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഇത് നടക്കാൻ പാടില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വാതിൽക്കൽ അനാമിക വന്ന് നിൽക്കുന്നത്. അവൾ അവിടെ വലിയൊരു ബഹളം തന്നെ ഉണ്ടാക്കി. അവളെ കണ്ടപ്പോൾ ജലജയും മറ്റുള്ളവരൊക്കെ ദേഷ്യപ്പെട്ട് ആ ഒരു അന്തരീക്ഷമാകെ കലുഷിതമാക്കി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ നവ്യ മുന്നോട്ട് വന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി. അവൾ മുത്തശ്ശന്റെ കണ്ണുകളിലേക്ക് നോക്കി ധൈര്യം സംഭരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുത്തശ്ശ, ഈ നിശ്ചയം ഒരിക്കലും നടക്കാൻ പാടില്ല. ഈ അവന്തിക ഒരു ചതിയത്തിയാണ്. അവൾ അനന്തപുരി കുടുംബത്തെ ഒന്നാകെ വഞ്ചിക്കാണ്. അവളുടെ അച്ഛൻ നാഗേന്ദ്രനുമായി ചേർന്ന് ഈ കുടുംബത്തെ നശിപ്പിക്കാനും മൂർത്തി ചൊല്ലറി തട്ടിയെടുക്കാനുമാണ് അനിയനെ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെ അവൾ ഒരുങ്ങുന്നത്. ഈ ഒരു വിവാഹ നിശ്ചയം തന്നെ അവളുടെ ഒരു വലിയ നാടകമാണ്. ഹാളിൽ ശ്മശാന മൂകത പടർന്നു. അവന്തികയുടെ മുഖം വിളറി വെളുത്തു. അവൾ ചുറ്റും നോക്കി. എല്ലാവരും അവളെ തന്നെ തുറച്ചു നോക്കുകയാണ്. എന്നാൽ മുത്തശ്ശൻ ഒത്തുണ്ടെന്നതിന് ഞെട്ടിയില്ല. അദ്ദേഹം ശാന്തനായി മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയുണ്ടായിരുന്നു. താൻ നേരത്തെ തന്നെ അറിഞ്ഞ സത്യങ്ങൾ നവ്യ ഇപ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അവന്തികക്കും നാഗേന്ദ്രനും അനന്തപുരി കുടുംബം നൽകാൻ പോകുന്ന 8ന്റെ പണി അവിടെ ആരംഭിക്കുകയായിരുന്നു. ആ നിമിഷം അവന്തികയുടെ കാപഢ്യത്തിന്റെ ചീട്ടുകൊട്ടാരം അനന്തപുരിയുടെ മണ്ണിലങ്ങ് തകർന്നു വീണു. പുത്തൻ കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു അത്. കാലം കാത്തുവച്ചിരിക്കുന്ന ആ ഒരു വലിയ പോരാട്ടങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നീട് അനന്തപുരി തറവാട്. വാശിയും പ്രതികാരം നിറഞ്ഞ ആ നാളുകൾ സത്യാന്വേഷണത്തിന്റെ കൂടെ എങ്ങനെ വഴിമാറി. സത്യം എപ്പോഴും ജീവിക്കുമെന്ന് ആ സുവർണ നിമിഷങ്ങൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിച്ചു. പറയുന്നതെല്ലാം തന്നെ പച്ചക്കള്ളമാണ് എന്ന് ന്യായീകരിച്ചുകൊണ്ട് തന്നെ അവന്തിക മുന്നോട്ട് വന്ന സമയത്തന്നെ അവന്തികയുടെ കർണക്കുറ്റി നോക്കിയിട്ട് ഒരൊറ്റൊന്നങ്ങ് പൊട്ടിക്കാണ് മുത്തശ്ശൻ. സത്യമെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശൻ തന്നെ ആ ഒരു കല്യാണത്തിന് തടയിടാണ്. വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കില്ല എന്ന് മുത്തശ്ശൻ പറയും. അവന്തികയുമായിട്ട് അനിയുടെ കല്യാണം നടക്കുന്നു എന്ന കാര്യം അറിഞ്ഞതോടുകൂടിയാണ് ആ ഒരു കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്, വിവാഹ നിശ്ചയം മുടക്കാൻ വേണ്ടിയിട്ട് അനാമിക അങ്ങോട്ടേക്ക് കടന്നു വന്നിരിക്കുന്നത്.
ഇതുവരെയായിട്ടും താൻ അനിക്ക് ഡിവോഴ്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അനാമികയുമായിട്ടുള്ള ഈ ഒരു വിവാഹ നിശ്ചയം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ എതിർത്തുകൊണ്ടായിരിക്കും അനാമിക വന്നിരിക്കുന്നത്. പക്ഷേ അനാമികയെ ഒട്ടും തന്നെ ഇഷ്ടമില്ല മുത്തശ്ശന്. മുത്തശ്ശൻ അനാമികയെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അനിക്ക് മുത്തശ്ശനൊരു വാക്ക് കൊടുക്കും. ഇനി ആരൊക്കെ തന്നെ എതിർത്താലും നീ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടി നിന്റെ മനസ്സിൽ നന്ദുവാണല്ലോ. നന്ദുമായിട്ട് തന്നെ ഞാൻ നിന്റെ വിവാഹം നടത്തി തരും. ഇത് ഈ മൂർത്തി മുത്തശ്ശന്റെ വാക്കാണ് എന്നുള്ള കാര്യം മുത്തശ്ശൻ അനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വാക്ക് കൊടുക്കുകയാണ്. അവന്തികയുടെ തനി സ്വഭാവം മനസ്സിലായ ജാനകി പോലും അവന്റെ മുന്നിൽ അങ്ങ് തലകുനിച്ചു പോവും. തന്റെ മകൻ ജീവനോളം സ്നേഹിക്കുന്നത് നന്ദുവിനെയാണ്. ഇനിയിപ്പോൾ താനായിട്ട് അതിനൊരിക്കലും തടയിടാനൊന്നും ജാനകി നിൽക്കുന്നില്ല. ഇനിയെങ്കിലും തന്റെ മോന്റെ വിവാഹ ജീവിതം നല്ലതായി കാണാൻ ജാനകി പോലും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ തീരുമാനിച്ചതുപോലെ പിന്നീട് കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കും, അതായത് അനാമികയുമായിട്ടുള്ള ആ ഒരു ഡിവോഴ്സൊക്കെ നടന്നതിന് ശേഷമായിരിക്കും കേട്ടോ പിന്നീട് നന്ദുവും അനിയും തമ്മിലുള്ള ആ ഒരു വിവാഹമൊക്കെ നടക്കാൻ പോകുന്നത്. അനന്തപുരിയിൽ ഏതായാലും ഇനി അടിപൊളി സൂപ്പർ രംഗങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.